ബൈബിൾ അമർത്യത മാത്രമാണ് വാഗ്ദാനം ചെയ്യുന്നത്. എന്നാൽ അമർത്യതയുടെ ഇടയിൽ കയറി വന്ന വിചിത്രമാകുന്നൊരു കാര്യമാണ് മരണമെന്ന് പറയുന്നത്. മരണം ഇടയ്ക്ക് കയറി വന്നിരിക്കുന്നത് കൊണ്ട് വീണ്ടും ബൈബിൾ വാഗ്ദാനം ചെയ്യുകയാണ്, മർത്യത മനുഷ്യനിൽ വന്നിരിക്കുന്നു, മരണം മനുഷ്യനിൽ വന്നിരിക്കുന്നു, ദ്രവത്വം മനുഷ്യനിൽ വന്നിരിക്കുന്നു. ആ ദ്രവത്വത്തെ മാറ്റി അദ്രവത്വത്തെ നൽകുവാനും അമർത്യത നൽകുവാനും യേശുവിന് പ്രാപ്തിയുണ്ട്. താൽക്കാലികമാകുന്ന ഒരവസാനമുള്ളത് കൊണ്ട് ബൈബിൾ വാഗ്ദാനം ചെയ്യുന്നു, അതിനപ്പുറത്ത് ശരീരത്തിന് ഒരു ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കുവാൻ പോകുന്നു. നിങ്ങളുടെ ശരീരത്തിൻ്റെ ജീവൻ നഷ്ടമായി താൽക്കാലികമാകുന്ന ഒരു സസ്പെൻഷനിലെത്തി ആ ശരീരത്തെ കൊണ്ടത് മണ്ണിൽ കുഴിച്ചിടുന്നു. വളരെ വൈകാതെ കർത്താവാകുന്ന യേശു ക്രിസ്തുവിൻ്റെ മടങ്ങി വരവ് സംഭവിക്കുമ്പോൾ ഉയർത്തെഴുന്നേൽപ്പ് ലഭിക്കുന്നു. മനുഷ്യ ശരീരങ്ങൾക്ക് ഉയർത്തെഴുന്നേൽപ്പ്, വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ ഉയർത്തെഴുന്നേൽക്കും, എല്ലാ ശരീരങ്ങളും ഉയർത്തെഴുന്നേൽക്കും. ഉയർത്തെഴുന്നേൽപ്പ് എന്ന ഒരു അത്ഭുതം കൂടെ ഈ മാനവ കുലത്തിൻ്റെ ഇടയിലേക്ക് പ്രവേശിക്കുകയുണ്ടായി.